Hello Makals, welcome to yet another video of electric field and charges. So നമ്മൾ ഈ വീഡിയോയിൽ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗോസ് ലോനെ കുറിച്ചും ഗോസ് ലോൻ്റെ രണ്ട് ആപ്ലിക്കേഷനെ കുറിച്ചുമാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക ഗോസ് ലോയുടെ മറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. വൺസ് ദാറ്റ് ഈസ് ഓവർ നമ്മളെ മേജർ തിയറി പാർട്ട് എല്ലാം കഴിഞ്ഞു. നമ്മൾ എന്താണ് ചെയ്യുക, കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, നല്ല ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ നല്ല അടിപൊളിയായിട്ടുള്ള ജെഇ മെയിൻ ക്വസ്റ്റ്യൻസ് നമ്മളെ പരിധിയിൽ നിന്ന് ജെഇ അഡ്വാൻസ് ക്വസ്റ്റ്യൻ അടക്കം നമ്മൾ ചെയ്യുന്നതായിരിക്കും മക്കളെ. സോ അതിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഈ വീഡിയോസ് അടക്കം എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 2x സ്പീഡിൽ ഇട്ട് കാണുക. നിങ്ങളെ ടൈമിന് വെർത്തായിട്ടുള്ള കണ്ടൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും കുട്ടികൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ത്രൂ ഔട്ട് ദിസ് സീരീസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ മക്കൾ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സീരീസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ പരിപാടികളൊക്കെ 2x സ്പീഡിലൊക്കെ കാണുക. നമ്മൾ വാട്സാപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഭാഗമാവുകയാണെങ്കിൽ ഡെയിലി ബേസിസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, നല്ല നല്ല ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ട്. നമ്മളിതിന് ശേഷം വൺസ് ദ ചാപ്റ്റേഴ്സ് ഓവർ നല്ല നല്ല നോട്ടുകൾ, മൈൻഡ് മാപ്പുകൾ, എക്സാംസ് വരെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ മക്കൾ ഒന്നും മടിക്കേണ്ട, കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. സോ മക്കളെ, ഗോസ് ലോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയൊരു കുട്ടിയാണെങ്കിൽ അല്ലേ, നിങ്ങളിപ്പോൾ ഈ ഒരു ജേണി തുടങ്ങിയിട്ട് ഒരു 2-3 months ആയിട്ടുണ്ടാവും. ഈ സമയം നിങ്ങൾ എത്തി നിൽക്കുക, നിങ്ങൾക്ക് ഈ ഒരു 2-3 months ബിഫോർ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു, അങ്ങനെ പഠിക്കണം, അങ്ങനെ ചെയ്യണം, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ സെറ്റാവും, അങ്ങനെ ചെയ്തൊക്കെ സെറ്റാവും. പക്ഷേ വൺസ് നിങ്ങൾ ഈ ഒരു പഠനം എന്നുള്ള പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം ഈ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോഴാണ് എന്താണ് തോന്നുന്നത്, നിങ്ങൾ അന്ന് വിചാരിച്ച മാതിരി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുറേയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്തു. എന്നിരുന്നാലും കൂടി ഇപ്പം എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരു മണ്ടനാണ്, പൊട്ടനാണ് എന്നൊക്കെ തോന്നുന്ന ഒരു ഫേസ് ഓഫ് പ്രിപ്പറേഷനാണ് നിങ്ങളുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദി പ്രോസസ്സ് അല്ലേ. നിങ്ങൾക്കിപ്പോൾ തോന്നുന്ന എല്ലാ വികാരങ്ങളും എന്താണ്, എനിക്കൊന്നും അറിയില്ല അല്ലേ, ഞാനൊരു എന്താ പറയുക ഒരു പൊട്ടനാണ്, ഇതൊക്കെ എന്താണ്, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഈ പ്രോസസ്സ് നിങ്ങളെ തോന്നിപ്പിക്കും ഇങ്ങനെ. പക്ഷേ ഇവിടെ ഞാൻ എപ്പോഴും പറഞ്ഞത് എനിക്ക് 2 ചോയ്സാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ആ മൈൻഡ് വോയിസിന് അൺനെസസറി ആയിട്ടുള്ള ആ നോയ്സസിനെ അല്ലേ, ആ നോയ്സ് ഒരു എന്താ പറയുക, ഒരു ശബ്ദമല്ല, എന്താണ്, ഒരു ന്യൂസൻസ് ആണ്. വെറുതെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെറുതെ എന്തൊക്കെയോ കോലാഹലങ്ങളാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ആ നോയ്സസിന് അടിയറവ് പറഞ്ഞ് അയ്യോ ഞാനൊരു പൊട്ടനായി പോയേ, ഞാനൊരു പാപമായി പോയേ, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മോങ്ങാം. രണ്ടാമത്തത് എന്ന് പറയുന്നത് അതിനൊന്നും ചെവി കൊടുക്കാതെ നിങ്ങളിൽ ഏൽപ്പിച്ച ദൗത്യം അതിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നോ മാറ്റർ വാട്ട് യുവർ ബുദ്ധി സേസ്, നോ മാറ്റർ വാട്ട് യുവർ സൊസൈറ്റി സേസ്, നോ മാറ്റർ വാട്ട് യുവർ റിലേറ്റീവ്സ്, അമ്മാവൻ അമ്മോൻ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ അവർ പറഞ്ഞോട്ടെ. നമ്മൾ ചെയ്യേണ്ട പണി എന്താണ്, വൃത്തിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അടിപൊളിയായിട്ട് ഇരുന്ന് കാര്യങ്ങളൊക്കെ കത്തിച്ച് ആ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നിങ്ങൾ എന്താവുക, ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആവുക. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് ജനിച്ച് ഉണ്ടാകുന്ന ഒരു സംഭവം അല്ല. ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം, ഈ ലോജിക് എന്ന് പറഞ്ഞ സാധനം, ഈ ഫിസിക്സിലെ നോളജ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ജനിച്ച് വീണത് ആർക്കും ഉണ്ടാകുന്നതല്ല അല്ലേ. നമ്മളൊരു മൈൻഡിലുള്ള സാധനം എന്താണ്, അതൊക്കെ 10ാം ക്ലാസ് 10+ അവൻ്റെ ബുദ്ധി ഭയങ്കര, അവർക്ക് ഇതൊക്കെ വേഗം മനസ്സിലാവും. അല്ലടാ, ആർക്കും ഇത് വേഗം മനസ്സിലാവില്ല. ഇവരൊക്കെ ഇത് ഇരുന്ന് അവർ മനസ്സിൽ ഒരുപാട് ബ്ലണ്ടേഴ്സിനെ തച്ചൊടച്ച് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇത്ര എന്താ പറയുക കോൺഫിഡൻ്റ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം ഞാനും അതേപോലെ വിചാരിച്ചൊരു കുട്ടിയായിരുന്നു. ഞാനിതൊന്നും എനിക്ക് പഠിക്കാൻ പറ്റാത്ത സാധനമെന്ന് വിചാരിച്ച കുട്ടിയായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയുന്നത്, മക്കളത് ഫിസിക്സിൽ നിങ്ങൾക്ക് അറബിയായിട്ട് തോന്നുന്നുണ്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉറുദു ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? കാരണം ഐ പേഴ്സണലി ഫെൽറ്റ് സോ. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഇയാളിതെന്ത് തേങ്ങയാണ് പറയുന്നത്. അത് സാറുടെ ഒരു പ്രശ്നമായിരുന്നില്ല, മറിച്ച് എന്താണ്, ഞാനിതെനിക്ക് മനസ്സിലാവാൻ പറ്റാത്ത എന്തോ സാധനമാണ് എന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടായിരുന്നു. സോ മക്കൾ, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കില്ലേ. ഏതൊരു മനുഷ്യനും മനസ്സിരുത്തി ഒന്ന് എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇപ്പം പറയുന്ന വാക്കാണ്, കുത്തർന്നാൽ ഇരുന്ന് ഞാൻ ഇതാണ് പഠിച്ചിട്ട് ഇനി എണീക്കുന്നുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. സോ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ഒന്നും കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഇഷ്ടം പോലെ സമയമുണ്ട്. ഈ ബൾബുകളൊക്കെ കത്തിച്ച് നല്ല ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നിങ്ങളെ ഡ്രീം കോളേജിലെത്താൻ ഇനിയും സമയമുണ്ട്. സോ ഒരാളും അടിയറ് പറയേണ്ട ആവശ്യമില്ല. ഇനി മക്കളെ, നിങ്ങൾക്ക് ഡെയിലി ബേസിസ് നിങ്ങൾ ഗൈഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഭാഗത്ത് ഒരുപാട് മോർണിംഗ് സെഷൻസും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ പ്ലീസ് ബി പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി. ഓക്കെ, മതി, മൂവിങ് ഓൺ അല്ലേ. സാറ് ബോറടിപ്പിച്ചു, പറഞ്ഞ് സാറ് ഇയാളിത് ഇങ്ങനെ വലിപ്പിച്ചു. ഓക്കെ, ഗോസ് ലോ എന്താ മക്കളെ ഗോസ് ലോ അല്ലേ. നമ്മൾ കഴിഞ്ഞ പാട്ടിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന നമ്മുടെ പാട്ടിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് ഗോസ് ലോ വന്നിട്ടുള്ളത് എന്നൊരു ചെറിയൊരു ത്രെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. ഞാൻ ആ ഡെഫിനേഷനോട്ട് പോവാണ് മക്കളെ. നോക്കിക്കേ, ഗോസ് ലോ എന്താ പറയുന്നത്, ദി
net electric flux, okay, the net electric flux through a closed surface, through a closed surface. സാറേ എന്താ ക്ലോസ് സർഫസ്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്ലോസ് സർഫസ് എന്നാണ് ഉദ്ദേശം എന്താ? ഒരു 3D ബോഡി അല്ലേ? ത്രൂ എ ക്ലോസ് സർഫസ് ഈസ് 1/epsilon 0 ടൈംസ് ദി നെറ്റ് ചാർജ് enclosed by it. എന്താണ് ഇതിൻ്റെ മലയാളം എന്താ? ഈ ഉറുദുവിൻ്റെ ഈ തെലുഗുവിൻ്റെ മലയാളം എന്താ? ഒരു ക്ലോസ് സർഫസിലൂടെയുള്ള നെറ്റായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? 1/epsilon 0 ടൈംസ് ചാർജ് എൻക്ലോസ് ബൈ ഇറ്റ് ആണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞോടെ ലാസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമ്മളൊരു ക്യൂ എന്നുള്ള ചാർജിനെടുത്തു അല്ലേ? ഒരു ക്യൂ എന്നുള്ള ചാർജിനെടുത്തു. ആ ക്യൂ എന്നുള്ള ചാർജ് നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ഫിയറിനെ സെൻറ്റർ കൊണ്ടുപോയി വെച്ചത്. സ്ഫിയറിനെ സെൻറ്ററാണെന്ന് സങ്കല്പിക്കുക. സാർ ഇതെങ്ങനെ സാറേ സെൻറ്റർ ആവുന്നത്? ഓക്കെ നിങ്ങൾ സെൻറ്റർ കൊണ്ടുപോയി വെച്ചു. നിങ്ങൾ സങ്കല്പിക്കുക. നമ്മൾ ഡിറൈവ് ചെയ്ത് എങ്ങനെയാണ്? ആ സാധനം ഡിറൈവ് ചെയ്ത് എങ്ങനെയാണ് അല്ലേ? നമ്മളിവിടെ ചെറിയൊരു സ്മോൾ DA എന്നുള്ള ഏരിയ സങ്കല്പിച്ചു. ഇതിലുള്ള ചെറിയ ഫ്ലക്സ് d∅e ആണ് നമ്മൾ സങ്കല്പിച്ചു. സോ ഇവിടെ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ്സ് ഇങ്ങനെയാണ് വരുന്നത്. DA എന്നുള്ള വെക്ടർ ഇങ്ങനെയാണ് കിടക്കുന്നത്. സോ E.DA ആണ് അതിലൂടെ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ DE എന്നുള്ളതാണ്. ഈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അവൻ പുറത്ത്. ഇൻ്റഗ്രൽ DA എന്നുള്ളതാണ്. ഈ ഇൻ്റഗ്രൽ DA എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനത്തെ കുറേ കുഞ്ഞു ഏരിയ. സാറേ എന്താ ഈ പറയുന്നത്? ഇതൊക്കെ എവിടുന്ന മക്കളിതൊക്കെ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഒന്ന് റീക്യാപ്പ് അടിക്കുകയാണ്. ഇങ്ങനെ കുറേ DA ആഡ് ചെയ്ത് മൊത്തം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ഫിയറിൻ്റെ ഏരിയ ആണ്. സ്ഫിയറിൻ്റെ ഏരിയ നോക്കിക്കേ, 5E = E ഇൻറ്റു സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 4πr² എന്നുള്ളതാണ്. ഈ ദൂരം റേഡിയസ് r. ഇവിടെ ഒരു പോയിന്റ് ചാർജ് Q ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇക്വൽ ടു 1/4π∈0 Q/r². ഇതാണ് E എന്ന് പറയുന്നത്. ഇൻറ്റു എന്ത് ബാക്കിയുണ്ടടാ? 4πr² എന്ന് പറഞ്ഞ എൻറ്റിറ്റി ബാക്കിയുണ്ട്. 4π പോച്ച്, r² പോച്ച്. നമുക്ക് കിട്ടിയ സാധനം എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഇക്വൽ ടു Q/ε0. Okay, so the net electric flux is equal to Q/ε0. So this Q is what? The net charge inside the closed surface. Perfect, all right അല്ലേ? ഇത്രയും കോസ്റ്റ് പറയുന്നുള്ളൂ. വെരി യൂസ്ഫുൾ ആയിട്ടുള്ള വെരി മച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഗോസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ 5E is equal to Q/ε0 where Q is the net charge enclosed. ഓക്കെ, നോക്കിയേ, വെറുതെ എന്താണ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പോൾ ഞാൻ എന്തെടുത്തു? ഒരു Q1 Q2 ചാർജ് ഉണ്ട്. ഓക്കെ, Q1 + Q2 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. 2 ചാർജ് ഉണ്ട്. Q1 Q2 എന്ന ചാർജ് ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്തു? കറക്റ്റ് ഒരു സ്ഫിയറിന് നടുവ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഈ സ്ഫിയറിലൂടെ മൊത്തത്തിലായിട്ട് പുറത്തോട്ട് വരുന്ന ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? Q enclosed, total charge എന്താ? Q1 + Q2. So it is Q1 + Q2 divided by ε0 എന്നുള്ളതായിരിക്കും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു സർഫസിലൂടെ മൊത്തത്തിൽ വരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ള സാധനം എന്തായിരിക്കും? Q1 + Q2 divided by ε0 എന്ന് പറയുന്ന പരിപാടിയായിരിക്കും. പെർഫെക്റ്റ്, റൈറ്റ് അല്ലേ? മക്കൾ ഇനി ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്താണ് 1-2 കാര്യങ്ങൾ? നോക്കിക്കേ, ഇക്കാക്ക ഇത് നോക്കി, സൂക്ഷിച്ച് നോക്കിക്കോ. The size and shape of the closed surface has no effect on the net electric flux. എന്താ പറഞ്ഞേ? സൈസിനോ ഷേപ്പിനോ യാതൊരുവിധ ഇൻഫ്ലുവൻസ് ഇല്ല ഈ പറയുന്ന നെറ്റ് ഫ്ലക്സിൽ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നോക്കിക്കേ, നേരത്തെ സാധനത്തിൽ നമ്മൾ എടുത്ത എന്താ? ഒരു Q എന്ന് പറയുന്ന ചാർജിനെ ഞാൻ R എന്ന് പറയുന്ന സ്ഫിയറിന് നടുക്കാ കൊണ്ടു വെച്ചേ. ഇതേ Q എന്ന് പറയുന്ന ചാർജിനെ ലെറ്റ്സ് സേ ഞാൻ 2R എന്ന് പറയുന്ന സ്ഫിയറിന് നടുക്ക് കൊണ്ടുപോയി വെക്കാൻ നിങ്ങളുടെ മക്കളെ സങ്കല്പിക്കാം. ഓക്കെ, ഇത് 2R റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ആണെന്ന് മക്കളെ സങ്കല്പിക്കുക. സാർ ഇത് സ്ഫിയർ ഒന്നല്ലോ, എനിക്ക് ഇത്ര വരയ്ക്കാൻ അറിയില്ല, മക്കളെ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഞാൻ ജസ്റ്റ് ഡെറിവേഷൻ കാണിച്ചു തരാം. നോക്കിയേ,
അപ്പോൾ ഞാൻ എഴുതാണ് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്താടാ ഇ ഡോട്ട് സെയിം ഡി എ പരിപാടിയാണ് അല്ലേ, ചെറിയ ഡി ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എ പരിപാടിയാണ്. അപ്പോൾ മൊത്തത്തിലുള്ള ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്താവുക ഇൻ്റഗ്രൽ ഡി ഫൈ ഇ എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എ എന്നാണ് വരിക. ഓക്കെ അല്ലേ, ഇനി സൂക്ഷിച്ച് നോക്കിക്കേ, ഈ ഇ എന്ന് പറഞ്ഞ സാധനം എന്താടാ 1/4πε0 ചാർജ് ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ദൂരം 2r ദ ഹോൾ സ്ക്വയർ. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ, ഇൻറ്റു ഡി എയുടെ ഫുൾ ഫോം മൊത്തത്തിൽ കുഞ്ഞു കുഞ്ഞു ഏരിയാസ് മൊത്തം ആഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക, ആ സ്ഫിയറിൻ്റെ ഏരിയ ഉണ്ടാവുക. ആ സ്ഫിയറിൻ്റെ ഏരിയ എന്താ വരിക 4π ഇൻറ്റു റേഡിയസ് സ്ക്വയർ വിച്ച് ഈസ് 2r ദി ഹോൾ സ്ക്വയർ. ഓക്കെ നോക്കി മക്കളെ, ഈ 2r സ്ക്വയറും ഈ 2r സ്ക്വയറും പോയി, ഈ 4π പോയി, പിന്നെ എന്താ മിച്ചുള്ളത് q ഡിവൈഡ് ബൈ ε0. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, സൈസ് ഓഫ് ദി സർഫസ് ക്ലോസ് സർഫസ് എന്ത് തീരുമാനിക്കുന്നില്ല, നമ്മളെ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നിങ്ങൾ 2r 3r 4r 5r എത്ര ആറിലുള്ള വലുപ്പത്തിൽ സ്ഫിയർ എടുത്താലും ആ സ്ഫിയറിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് പുറത്തോട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും q ഡിവൈഡ് ബൈ ε0 ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മനസ്സിലായില്ലേ. ഇനി അടുത്ത ഞാൻ എഴുതിയ സാധനം എന്താ, ഇപ്പോൾ സൈസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി അടുത്തെന്താ, ഷേപ്പിനും യാതൊരു വിധത്തിലുള്ള ഇൻഫ്ലുവൻസും ഇല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ Q എന്ന് പറയുന്ന ചാർജിനെ ഒരു സ്ഫിയറിനെ നടുവ് കൊണ്ടിട്ടാൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്താടാ q ഡിവൈഡ് ബൈ ε0. ഇതേ Q എന്ന് പറഞ്ഞ ചാർജിനെ നിങ്ങൾ ഒരു കോണിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടെന്ന് സങ്കല്പിക്കുക, അപ്പോൾ എന്തിനാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവുക q ഡിവൈഡ് ബൈ ε0 തന്നെ ഉണ്ടാവുക. നിങ്ങൾ ഇതേ Q ചാർജിനെ എന്ത് ചെയ്തോടാ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടു, അപ്പോൾ എന്തേ ഇലക്ട്രിക് ഫ്ലക്സിന് ഉണ്ടാവുക q ഡിവൈഡ് ബൈ ε0 തന്നെ ഉണ്ടാവുക. അപ്പം ഷേപ്പിനും യാതൊരു വിധത്തിലുള്ള എന്തുമില്ല ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ള കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലടാ. ഓക്കെ, സോ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഒരു Q എന്ന് പറഞ്ഞ ചാർജ് അല്ലെങ്കിൽ ഒരു സർഫസിലൂടെയുള്ള ഒരു ക്ലോസ് സർഫസിലൂടെയുള്ള നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് Q എൻക്ലോസ് ഡിവൈഡ് ബൈ ε0 എന്നുള്ള സാധനമാണ്. ഈ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സിന് ആകെ ഒരേ ഒരു ബന്ധം ആയിട്ട് മാത്രമാണ് ഈ ക്യൂവിനോട് മാത്രമാണ്, നെറ്റ് ചാർജിനോട് മാത്രമേ ബന്ധമുള്ളൂ. എന്തിനോട് ബന്ധമില്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സൈസ് ഓഫ് ദി സർഫസിനോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഷേപ്പ് ഓഫ് ദി സർഫസിനോ യാതൊരു ബന്ധവും ഇല്ല മാട്ടെ. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ. ഇനി പല മക്കളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. അതാണ് എന്താ പഠിച്ചിട്ടുള്ളത്, ദി നെറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്താ പരിപാടി, നെറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്താണ് q എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ ε0 എന്നാണ് കുട്ടി പഠിക്കുന്നത്. ഈ ഫ്ലക്സിൻ്റെ വേറെ ഇക്വേഷൻ എന്താണ്, നമ്മളെങ്ങനെ ഡിറൈവ് ചെയ്ത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ദി ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എ എന്നുള്ളതാണ് അല്ലേ. ഇതിൻ്റെ വേറെ ഇക്വേഷൻ അല്ല ഇത് ഗോസ് ലോ തന്ന ഇക്വേഷൻ. ഇത് നമുക്ക് ഇതുവരെ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ഇതിലോട്ട് എനിക്കൊന്ന് വരേണ്ടതായിട്ടുണ്ട്, ഒന്ന് നോർത്തൊക്കെ ഇതിലോട്ട് എനിക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ മക്കളെ നോക്കിക്കോ, ഞാൻ ഇവിടെ എന്തെടുത്തു, ഒരു ക്ലോസ് സർഫസ് ഒരു സ്ഫിയറിനെ എടുത്തു. മക്കളെ സങ്കല്പിക്കാം. ഓക്കെ, ഞാൻ ഇതിനുള്ളിൽ കൊണ്ട് Q1 ചാർജിനെ Q2 ചാർജിനെ Q3 ചാർജിനെ ഇതിനെ സെൻട്രൽ കറക്റ്റ് വെച്ചു എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് മക്കളെ വാട്ട് ഈസ് ദി നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ തന്നെ കുട്ടി ആലോചിക്കുന്നു, സാറേ ഗോസ് ലോ പ്രകാരം നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു നെറ്റ് ചാർജ് എൻക്ലോസ് Q1 + Q2 + Q3 അല്ലേ, നെറ്റ് ചാർജ് എൻക്ലോസ് ഡിവൈഡ് ബൈ ε0. വെരി ഗുഡ്, പെർഫെക്റ്റ് ഓൾറൈറ്റ്. ഇനി ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, ഇതേ സിനാരിയോയിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ കുറച്ച് ചാർജ് തന്നു. ഓക്കെ, ഇങ്ങനെ കുറച്ച് ചാർജ് തന്നു. ഓക്കെ, Q4 Q5 Q6 എന്ന് പറയുന്ന 3 ചാർജ് ഞാൻ ഈ സർഫസിൻ്റെ പുറത്ത് കൊണ്ടു വെച്ചു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് കമ്മിങ് ത്രൂ ദി സർഫേസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക, സാർ മാറി, നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q1 + Q2 + Q3 + Q4 + Q5 + Q6 ഡിവൈഡ് ബൈ ε0 അല്ലേ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു വെട്ടിടും. വൈ മക്കളെ, എന്താ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ, Q എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് എ നെറ്റ് ചാർജ് ഇൻസൈഡ് ദി ക്ലോസ് സർഫേസ്. ആ ക്ലോസ് സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് മാത്രമേ ആ നെറ്റ് ഫ്ലക്സിനെ തീരുമാനിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മച്ചാമാർക്കൊന്നും എന്തില്ല മക്കളെ, ഈ സർഫസിലൂടെ വരുന്ന ഫ്ലക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ ഈ സിനാരിയോയിലും നെറ്റ് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഇത് തന്നെയാണ്. സാർ അതെങ്ങനെ സാർ ശരിയാവുക, ഈ പറയുന്ന ചാർജുകളും
ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കില്ലേ? അവർക്കൊരു പ്ലസ് ചാർജാണ് റേഡിയലി ഔട്ട്പുട്ടൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കില്ലേ? അപ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ് മക്കളെ. കഴിഞ്ഞ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവർ ശരിയാ ഫീൽഡൊക്കെ ഉണ്ടാക്കും, പക്ഷേ ഇവരുണ്ടാക്കുന്ന ഫ്ലക്സ്, ഇൻകമിങ് ഫ്ലക്സ്, ഔട്ട് ഗോയിങ് ഫ്ലക്സ്, നെറ്റ് ഫ്ലക്സ് ത്രൂ ദാറ്റ് സർഫസ് ഡ്യൂ ടു ദിസ് ചാർജ് എന്താവുക? 0 ആണ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് നോക്കാം, -A+A ടോട്ടൽ ഫ്ലക്സ് 0 എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആകെ മനസ്സിലാക്കണം ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരു ക്ലോസ് സർഫസിലൂടെ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സിനെ തീരുമാനിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ചാർജിൻ്റെ നെറ്റ് സമ്മ് മാത്രമാണ്. പുറത്തുള്ള ചാർജുമായിട്ട് നോ ബന്ധം അറ്റോൾ. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അപ്പം ഈ പറയുന്ന ചാർജ് എൻക്ലോസ്ഡ് ആണ്, ഇൻസൈഡ് ചാർജ് ആണ് എന്നെ മക്കൾ ഒന്ന് ആലോചിക്കുക. ഇനി ജസ്റ്റ് എന്താ പറയുക, ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ഒരു സാധ്യതയുള്ളൊരു ഭാഗമാണ് മക്കളെ നോക്കിക്കേ. പക്ഷേ ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ, ഏത് ഇലക്ട്രിക് ഫീൽഡ്? ഒരു സർഫസിലൂടെ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഇസ് കോൾഡ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് DA. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ദി inside as well as outside electric fields. സാറേ മനസ്സിലായില്ല മക്കൾ നോക്കിക്കേ. നെറ്റ് ഫ്ലക്സ് ഇസ് ഇക്വൽ ടു Q എൻക്ലോസ് ബൈ ε0 ആണ്. ഈ ഫ്ലക്സിൻ്റെ വേറെ ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ E.dA എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എന്ത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരാ? ഈ Q1 Q2 Q3 മാത്രം ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇവരുടെ ഇലക്ട്രിക് ഫീൽഡൊക്കെ ആ ഇക്വേഷനിൽ വരും എന്നിട്ട് മക്കൾ മനസ്സിലാക്കാം. അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ സാധനമൊക്കെ സെറ്റാവും. ഓക്കെ അല്ലേ? സോ ഒന്നുകൂടി ഗോസ്യുടെ ഫൈനൽ ഒരു സമ്മറി തരാണ്. നെറ്റ് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് Q എൻക്ലോസ് ബൈ ε0. ഈ Q എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ Q മാത്രം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E.dA എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എല്ലാ ഇലക്ട്രിക് ഫീൽഡും, ഉള്ളിലത്തെയും പുറത്തെ എല്ലാ ഇലക്ട്രിക് ഫീൽഡും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കാം. പെർഫെക്റ്റ് ഓൾറൈറ്റ് മതി, ബഹുത് അച്ഛ. ഇനി മക്കൾ നോക്കിക്കേ, സത്യം പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ്റെ വേറെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്? എന്താണ് ഒരു അല്ലേ, നമ്മളെന്താ പറഞ്ഞത്? ഒരു ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫേസ് ഈസ് ഈക്വൽ ടു വാട്ട്? Q എൻക്ലോസ് ബൈ ε0 അല്ലേ? നമ്മളെന്ത് പറഞ്ഞു? ഷേപ്പിനെയോ സൈസിനെയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മളെ ഈ പറയുന്ന ഫ്ലക്സ് മാറ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് ഇങ്ങനെയും പറഞ്ഞൂടെ, ഒരു Q എന്ന് പറയുന്ന ചാർജ് മുഖാന്തരം അവനക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? Q/ε0 ആണ് അല്ലേ? Q എന്നുള്ള ചാർജ് ഉണ്ട്. ഈ ചാർജിന് എത്ര ഫ്ലക്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q/ε0 ആണ്. നിങ്ങളിവിടെ സ്ഫിയറിൻ്റെ നടു കൊണ്ടേ വെച്ചോ, സിലിണ്ടർ നടു കൊണ്ടേ വെച്ചോ, കോണിൻ്റെ നടു കൊണ്ടേ വെച്ചോ, എവിടെ നിങ്ങൾ കൊണ്ടേ വെക്കുകയാണെങ്കിലും ഇവനക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഫ്ലക്സ് തന്നെയാണ് Q/ε0 ആണ്. സോ അങ്ങനെ നമുക്കതിനെ വായിക്കാം അല്ലേ? ഒന്ന് ഫ്ലക്സിൻ്റെ പെർസ്പെക്റ്റീവ് വായിക്കാം, അടുത്ത് നമുക്ക് ചാർജിൻ്റെ പെർസ്പെക്റ്റീവ് വായിക്കാം. രണ്ടും അല്ലേ ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സാണ്. ഐഡിയ ഒന്ന് ബേസ് സെറ്റാൻ വേണ്ടി പറയുകയാണ്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഗോസിയൻ സർഫേസ്. എന്താണ് ഒരു ഗോസിയൻ സർഫേസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നോക്കിക്കേ, നമ്മൾ ഗോസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ആയിട്ടുള്ള ഒരു ക്ലോസ് സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക? ഗോസിയൻ സർഫേസ് എന്ന് പറഞ്ഞ് വിളിക്കുക. എന്താണ്? ഗോസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചാർജിന് ചുറ്റും വരയ്ക്കുന്ന ഇമാജിനറി ആയിട്ടുള്ള ക്ലോസ്ഡ് സർഫസ് ആണ് എന്ന് പറഞ്ഞാൽ 3D ആയിട്ടുള്ള ഒരു ബോഡിയാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്. ഈ ഗോസിയൻ സർഫേസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ചില റൂൾസ് ഫോളോ ചെയ്യണം. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, അത് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ചാർജ് ഉണ്ടല്ലോ അതിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ വേണം വരയ്ക്കാൻ, എന്നാലേ നമുക്ക് ഗോസിലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എക്സാക്ട് സെൻറ്ററിൽ വേണം, ആ ഗോസിയൻ സർഫേസിന് എക്സാക്ട് സെൻറ്ററിൽ വേണം നമ്മുടെ ചാർജിനെ കൊണ്ടുപോയി വെക്കാൻ, എന്നാലേ നമുക്ക് ഗോസിലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അടുത്തെന്ന് പറയുന്നത്, ആ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ സാധനം ഉള്ളിൽ, അല്ലെങ്കിൽ ആ ഗോസിയൻ സർഫസിൻ്റെ ഏത് പോയിന്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന സാധനം എന്തായിരിക്കണം മക്കളെ? സിമെട്രിക് ആയിരിക്കണം. ഈ രണ്ട് റൂൾ ഫോളോ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കാൻ വേണ്ടി പറ്റുക. സാർ ഒന്നും മനസ്സിലായില്ല, നോക്കിക്കോ. നമ്മളൊരു Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്, ഇങ്ങനൊരു ചാർജ് ഇങ്ങനെ എയറിലുണ്ട്. ഈ Q ഉണ്ടാക്കാവുന്ന നെറ്റ് ഫ്ലക്സ് എന്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്തത്? ഈ Qനെ നമ്മൾ എവിടെ കൊണ്ടുപോയി വെച്ചു? ഒരു സ്ഫിയറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചു എന്നൊക്കെ കേൾക്കാക്ക പറഞ്ഞില്ലേ? ഇങ്ങനെ മാറ്റി പിന്നെയും വരച്ചില്ലേ അല്ലേ? അപ്പോൾ നോക്കിയേ, ഒരു Q എന്നുള്ള ചാർജിൻ്റെ ഗോസിയൻ സർഫേസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഫിയറാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്ഫിയർ വരയ്ക്കുന്നത്? എക്സാക്ട് സെൻറ്ററിൽ വെക്കാൻ പറ്റുന്നുണ്ട്, വെച്ചു.
ഓക്കെ, ഇനി നോക്കിക്കേ എക്സായിട്ട് നോക്കിക്കേ, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് തന്നെയല്ലേ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, അത് തന്നെയല്ലേ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, അത് തന്നെയല്ലേ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നോക്കിക്കേ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, സിമെട്രിക്കലുമാണ്. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ഗോസിയൻ സർഫേസ് നമ്മൾക്ക് എങ്ങനെ വരയ്ക്കാം, സ്ഫെരിക്കലായിട്ട് വരയ്ക്കാം. സ്ഫിയർ ആണ് എന്ത് വരിക, ഗോസിയൻ സർഫേസ് വരിക. ഇനി നമുക്ക് വെറുതെ ഒന്ന് ആലോചിക്കുക, ലീനിയർ ആയിട്ടുള്ള ചാർജാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, കുറേ ക്യൂ 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 എന്ന് പറഞ്ഞ ചാർജ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗോസിയൻ സർഫേസ് എങ്ങനെ ഉണ്ടാവുക, കറക്റ്റ് ഇത് എന്തിനോ സെൻറ്റർ കൊണ്ടുപോയി വെക്കണം. ഓക്കെ, കറക്റ്റ് ഇലക്ട്രിക് ഫീൽഡ് അടുത്ത പോയിന്റ് എന്തായിരിക്കണം, സിമ്മട്രിക്കലായിരിക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ സാധനം ഉണ്ടാവുക, ഗോസിയൻ സർഫേസ് എങ്ങനെ ഉണ്ടാവുക, ഒരു സിലിണ്ടർ ആയിട്ടാണ് ഉണ്ടാവുക. ഇത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഗോസിയൻ സർഫേസ് എന്ന് പറഞ്ഞാൽ എന്ത്, നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ആയിട്ടുള്ള ഒരു 3D ബോഡി, ഒരു ക്ലോസ്ഡ് സർഫേസാണ് ഗോസിയൻ സർഫേസ് എന്ന് പറയുന്നത്. ഈ ഗോസിയൻ സർഫേസിന് എക്സാക്ട്ലി സെൻറ്ററിൽ വേണം നമ്മൾ ചാർജിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ. ഈ ഗോസിയൻ സർഫേസ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കണം, സിമെട്രിക്കലായിരിക്കണം. എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ ഇലക്ട്രിക് ഫീൽഡ്, ഇപ്പോൾ ഒരു സ്ഫിയർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഒരു വേറെ ഇലക്ട്രിക് ഫീൽഡ്, ഇതൊന്നും പറ്റില്ല. ഓക്കെ, ഇതാണ് പരിപാടി എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ. അപ്പോൾ ഇതാണ് ഗോസ് ലോ, അതിൻ്റെ ബേസൊക്കെ സെറ്റാക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എന്തിലോട്ട് പോകാം, ഗോസ് ലോൻ്റെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കാം. സ്ഥിരം നിങ്ങൾ ഏതൊരു ഗൈഡിലും കാണാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ പറയാണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിക്കോ. ഇപ്പോൾ നമുക്ക് ഗോസിയൻ സർഫേസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. എന്താണ്, ക്യൂ എന്ന് പറയുന്ന ചാർജിനെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹെമിസ്ഫിയറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു ഹെമിസ്ഫിയറിൻ്റെ മേലെ ക്യൂ എന്നുള്ള ചാർജ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ക്യൂ മുഖാന്തരം ഇതിലൂടെ ഉണ്ടാവുന്ന നെറ്റ് ഫ്ലക്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ല, ഒരു ക്യൂ ഒക്കെ ചാർജ് മുഖാന്തരം ഉണ്ടാകുന്ന നെറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടിയാണ് ഗോസ് ലോ എന്ന് പറയുന്നത്. ഗോസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഗോസിയൻ സർഫസ് വരയ്ക്കണം. ഗോസിയൻ സർഫസ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ചാർജ് എന്തെടുക്കണം, ആ സർഫസിനെ സെൻട്രലായിരിക്കണം. ഇത് നോക്കിക്കേ, ഈ ബോർഡ് എന്തെങ്കിലും സെൻട്രലാണോ, ഇല്ല. അപ്പോൾ ഈ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഒരു സെൻട്രലാണ്. ഞാൻ എന്ത് ചെയ്താൽ മതി, ഇതിന് ഐഡൻറ്റിക്കലായിട്ട് എന്ത് വരച്ചാൽ മതി, വേറൊരു ഹെമിസ്ഫിയർ ഇങ്ങനെ വരച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ എന്തായി, ഒരു സ്ഫിയറായി അല്ലേ. ഇനി എനിക്ക് പറയാൻ വേണ്ടി പറ്റും, ഈ മൊത്തം ഗോസിയൻ സർഫേസ് അല്ലേ, ഇത് മൊത്തത്തിൽ ഒരു ഗോസിയൻ സർഫേസാണ്. ഈ മൊത്തം ഗോസിയൻ സർഫേസ്, ഈ മൊത്തത്തിലുള്ള സ്ഫിയറിലൂടെ വരുന്ന നെറ്റ് ഫ്ലക്സ് ഈസിക്കൽ ടു എന്താണ്, Q/ε0 ആണ് ഗോസ് സാഹബ് പറഞ്ഞത്, ഗോസ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത്. അപ്പോൾ നോക്കിയേ, നമ്മോട് എന്താ ചോദിച്ചത്, ഈ പകുതിയിലൂടെ മാത്രം വരുന്ന ഫ്ലക്സാണ് ചോദിച്ചത്. അപ്പോൾ ഇത് മൊത്തത്തിൽ Q/ε0 ആണെങ്കിൽ ഇതിലൂടെ വരുന്ന ഫ്ലക്സ് എന്തായിരിക്കും പുള്ളി ഉണ്ടാവുക, Q/2ε0. പെർഫെക്റ്റ് ഓൾറൈറ്റ്. വാവ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് അല്ലേ. ഇനി വേറെ സ്ഥിരം ഒരു ക്ലീശേ സാധനം എന്താണ് ഒരു L സൈസുള്ള ഒരു സ്ക്വയർ പ്ലേറ്റ് തന്നിട്ടുണ്ട്. L സൈസിൻ്റെ സ്ക്വയർ പ്ലേറ്റിൻ്റെ ഒരു L/2 ദൂരം മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു Q എന്ന് പറയുന്ന ചാർജ് വെച്ചിട്ടുണ്ട്. ഒരു സ്ക്വയർ പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഒരു സ്ക്വയർ പ്ലേറ്റ് ഉണ്ട്. ആ സ്ക്വയർ പ്ലേറ്റ് 3D ആയിട്ട് വരയ്ക്കാൻ ശ്രമിച്ചാണ്. ഞാൻ വരയ്ക്കാൻ ഭയങ്കര മോശമാണ്. എൻ്റെ മക്കൾ ഇമാജിൻ ചെയ്യുക, ഒരു 3D ആയിട്ടുള്ള എന്തുണ്ട്, ഒരു സ്ക്വയർ പ്ലേറ്റ് ഉണ്ട്. ആ സ്ക്വയർ പ്ലേറ്റിൻ്റെ ഓരോ സൈഡ് എന്ന് പറയുന്നത് L എന്ന് പറയുന്നതാണ്. L/2 ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു Q എന്നുള്ള ചാർജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, Q എന്നുള്ള ചാർജ് വെച്ചിട്ടുണ്ട്. ഈ ചോദിക്കുകയാണ്, ഈ സ്ക്വയർ പ്ലേറ്റിലൂടെ ഉണ്ടാവുന്ന നെറ്റായിട്ടുള്ള ഫ്ലക്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ വീണ്ടും നമ്മൾ ആലോചിക്കുന്നു, Q എന്നുള്ള ചാർജ് മുഖാന്തരം നെറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഗോസ് ലോ അപ്ലൈ ചെയ്യണം. ഗോസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു 3D ആയിട്ടുള്ള ഇമാജിനറി ആയിട്ടുള്ള ഒരു സർഫസിനെ ഞാൻ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ സർഫസിനെ വരയ്ക്കുന്ന സമയത്ത് ഈ ചാർജ് ആ സർഫസിന് എക്സാക്ട്ലി സെൻട്രലായിരിക്കണം ഉണ്ടാവാൻ. ആ ക്ലോസ് സർഫസിൻ്റെ ആ 3D ബോർഡ് എക്സാക്ട്ലി സെൻട്രലാണ് ഉണ്ടാവാൻ. അത് നോക്കി മക്കളെ, ഈ ഒരു സിനാരിയിൽ എക്സാക്ട്ലി സെൻട്രൽ ഉണ്ടാകുന്ന ഒരു 3D ബോഡി എന്തായിരിക്കും, സ്ക്വയറിൻ്റെ ഒരു 3D ബോഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ക്യൂബാണ് അല്ലേ. ഇതിനൊന്ന് മാറ്റി വരയ്ക്കണം, ക്യൂബാണ് അല്ലേടാ പുള്ളേ, അല്ലേ, ഒരു ക്യൂബാണ് അല്ലേ. ഇതാണ് ആ സ്ക്വയർ പ്ലേറ്റ് ആണത്. ഓക്കെ, സ്ക്വയർ പ്ലേറ്റ് ആണത്. മക്കളെ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ എക്സാക്ട്ലി സെൻട്രൽ എന്താ ഉള്ളത്, Q എന്ന് പറഞ്ഞ ചാർജാണുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചു, ഷേപ്പോ സൈസോ എന്തോ ആയിക്കോട്ടെ, ഈ Q മുഖാന്തരം ഇതിൽ മൊത്തത്തിൽ എല്ലാ സർഫസിലൂടെ ഉണ്ടാകുന്ന നെറ്റായിട്ടുള്ള ഫ്ലക്സ് ആണ് എന്ത്, Q/ε0 എന്ന് പറയുന്നത് അല്ലേ. അത് നോക്കിക്കേ, ആ പറയുന്ന ക്യൂബിൻ്റെ ഒരു സൈഡിലൂടെയുള്ള ഫ്ലക്സ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഇതിലൂടെ എത്ര വരുന്നു എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ ക്യൂബായിരുന്നെങ്കിൽ മൊത്തത്തിൽ Q/ε0. സാറേ എന്തിനാണ് സാറേ ഇങ്ങനെ ക്യൂബൊക്കെ വരയ്ക്കുന്നത്? മക്കളെ, ക്ലോസ്ഡ് സർഫസ് ആണ്, 3D ബോഡി ആണ്, നല്ല ഗോസ് ലോ അപ്ലൈ വേണ്ടി പറ്റുള്ളൂ. ഡെഫിനേഷൻ ആലോചിക്ക്, മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ നോക്കിയേ, ഈ മൊത്തം എൻ്റയർ ക്യൂബിലൂടെ ക്യൂബ് ബൈ എപ്സിലോൺ 0 ആണെങ്കിൽ അതിൻ്റെ വൺ ഓഫ് ദി സൈഡിലൂടെ എത്ര എന്നല്ലേ ചോദ്യം. അപ്പോൾ ഒരു ക്യൂബിന് എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ക്യൂബ് ബൈ എപ്സിലോൺ 0 ആണെങ്കിൽ ഒരു സൈഡിലൂടെ എത്രയായിരിക്കും? 1/6 ടൈംസ് ആയിരിക്കും. സോ ഫ്ലെക്സ് ത്രൂ ദിസ് സർഫസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? Q ഡിവൈഡ് ബൈ 6 എപ്സിലോൺ 0 എന്നാണ് വരിക. बहुत अच्छा, बहुत अच्छा. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? നോക്കി മക്കളെ, വേറെ ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തരാം. ഒരു ഹോംവർക്കാണ്. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇതൊക്കെ നമ്മളെ എന്താ ഡിസ്കസ് ചെയ്യാം, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യാം. ഒരു ക്യൂബ് വന്നിട്ടുണ്ട്. ഇതൊരു ക്യൂബാൻ്റെ മക്കളെ സങ്കല്പിക്കാം. ഈ ക്യൂബിൻ്റെ ഒരു കോർണറിൽ ഇവിടെ കൊണ്ടൊരു ചാർജ് വെച്ചിട്ടുണ്ട്. ഇന്ന പക്കം ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ഈ ചാർജ് മുഖാന്തരം ഈ ക്യൂബിലൂടെ ഉണ്ടാവുന്ന ഫ്ലക്സ് എത്രയെന്നാണ് ചോദ്യം. ഒന്ന് കണ്ടുപിടിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സമയത്ത് ഇതിന് ആൻസർ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലും ഇതിൻ്റെ ഡിസ്കഷൻ ബാക്കി ക്യാരി ഔട്ട് ചെയ്യാം. എന്താ ചോദ്യം? എന്താ? ഒരു ക്യൂബ് തന്നിട്ടുണ്ട്. ആ ക്യൂബിൻ്റെ ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് നമുക്കത് ക്യൂബ സങ്കല്പിക്കുക. ഈ ക്യൂബിൻ്റെ കോർണറിൽ കൊണ്ടുപോയിട്ട് ചാർജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാർജ് മുഖാന്തരം ഈ ക്യൂബിലൂടെ ഉണ്ടാകുന്ന നെറ്റ് ഫ്ലക്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സെയിം തോട്ട് പ്രോസസ്സ് ഇവിടെ ഗോസ് ലോ അപ്ലൈ ചെയ്യണം. ഗോസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവൻ എന്തെടുക്കണം? ഒരു ഗോസിയൻ സർഫസിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിൽ കിടക്കണം. ഇവൻ എക്സാക്ട്ലി ഈ ക്യൂബിന് എക്സാക്ട്ലി സെൻറ്റർ ആണോ? ഇല്ല. അപ്പോൾ എക്സാക്ട്ലി സെൻറ്ററിലേക്ക് നമ്മളൊരു ഗോസിയൻ സർഫസ് അവിടെ വരയ്ക്കണം. നേരത്തെ നമ്മൾ ഹെമിസ്ഫിയറിനെ ഒരു സ്ഫിയറാക്കി മാറ്റി വരച്ചില്ലേ? അതേപോലെ ഇവിടെ മാറ്റി വരയ്ക്കേണ്ടതായിട്ടുണ്ട്. മക്കളൊന്ന് മാറ്റി വരയ്ക്കുക. എങ്ങനെയൊക്കെയാണ് മാറ്റി വരയ്ക്കുക, എന്തൊക്കെയാണ് സർഫസാണ് ഒക്കെ മാറ്റി വരയ്ക്കുക. ഒരു ക്ലൂ തരാം, കുറച്ച് ക്യൂബ് ഇങ്ങനെ അട്ടിക്കൊക്കെ ഇട്ടാൽ മതി. അപ്പം അത് എക്സാക്ട്ലി സെൻറ്ററിൽ വന്നോളൂ. എന്നിട്ട് നമ്മളിവിടെ ചെയ്ത പോലെ ഇതേ ബുദ്ധി മൊത്തത്തിൽ ക്യൂബ് ബൈ എപ്സിലോൺ 0 ആണെങ്കിൽ ബൈ പരിപാടി ചെയ്യാം. ഒരു ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു നോ ഹൗ ടു കോൺടാക്ട് മീ. കമ്മ്യൂണിറ്റി വഴി എന്നെ കോൺടാക്ട് ചെയ്യാം, കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ അല്ലേ മക്കളെ? സോ അധികം വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ എന്തിലോട്ട് പോവാണ്? ആപ്ലിക്കേഷൻ ഓഫ് ഗോസിലോട്ട് പോവാണ്. മേജറായിട്ട് നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് മക്കളെ? 4 തരത്തിലുള്ള ബോഡീസിലാണ് നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് വയർ, ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള വയർ മുഖാന്തരമുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണ്. രണ്ടാമത് എന്താണ് പുള്ള? സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ, ഹോളോ സിലിണ്ടർ, കണ്ടക്ടർ സിലിണ്ടർ, നോൺ കണ്ടക്ടർ സിലിണ്ടർ, ഒരുപാട് തരത്തിലുണ്ട്. ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തേതായിട്ട് എന്താണ്? ഷീറ്റുകൾ. നമ്മൾ ഇതൊക്കെ എന്താണ്? ഒരു വയർ മുഖാന്തരമുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഫ്ലക്സ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഇലക്ട്രിക് ഫ്ലക്സ് ഏതൊരു ബോഡി ആണെങ്കിലും ക്യൂബ് ബൈ എപ്സിലോൺ 0 എന്ന പരിപാടിയാണ്. ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഇതൊക്കെ നമ്മൾ ഗോസിലോ വെച്ച് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഒരു സിലിണ്ടർ കാരണം ഇത്ര ദൂരത്തിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഗോസ്ലോൻ്റെ അപ്ലിക്കേഷൻ എന്താണ്? ഗോസ്ലോ വെച്ച് നമ്മൾ ഇലക്ട്രിക് ഫീൽഡുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തൊക്കെ ബോഡീസ് വരുന്ന സമയത്ത്? വയർ ഉണ്ടാകുമ്പോഴുള്ള ഇലക്ട്രിക് ഫീൽഡ്, സിലിണ്ടർ ഉണ്ടാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, എന്താണ്? ഷീറ്റ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്. നാലാമതായിട്ട് എന്ത് മക്കളെ? സ്ഫിയർ ഉണ്ടാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്. സ്ഫിയർ. ഓക്കെ, ഈ സ്ഫിയറിൽ നേരത്തെ പറഞ്ഞതിന് ഹോളോ സ്ഫിയർ, സോളിഡ് സ്ഫിയർ, അതിൽ തന്നെ കണ്ടക്റ്റിംഗ് സ്ഫിയർ, നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള വയർ മുഖാന്തരമുള്ള ഇലക്ട്രിക് ഫീൽഡിലോട്ട് നമ്മൾ പോവാം. അപ്പോൾ നോക്കി കേട്ടോ, നമ്മൾ ഈ പറയുന്ന ബോഡീസൊക്കെ മുഖാന്തരമുള്ള ഇലക്ട്രിക് ഫീൽഡുകൾ വളരെ എളുപ്പത്തിൽ ഗോസ് ലോവിൻ്റെ സഹായപ്രകാരം നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റാണ് ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു വയർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ഇൻഫിനിറ്റി മുതൽ -ഇൻഫിനിറ്റി വരെ നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു വയറുണ്ട്. ഈ വയർ മുഖാന്തരം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്ന് പറഞ്ഞൊരാൾ ചോദിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഗോസ് ലോവിൻ്റെ സഹായത്തോടെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നോക്കി മക്കളെ, പ്ലസ് ഇൻഫിനിറ്റി മുതൽ -ഇൻഫിനിറ്റി വരെ നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു വയറാണ്. ലെറ്റ്സ് സേ ഈ വയറിൽ എന്തുണ്ട്? പ്ലസ് ചാർജ്. നിങ്ങൾക്ക് മൈനസ് ചാർജ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പ്ലസ് ചാർജ് എടുത്തു. ഓക്കെ, പ്ലസ് ചാർജ് ഇങ്ങനെ കുറേ പ്ലസ് ചാർജ് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്വസ്റ്റിന് തന്നിട്ടുള്ള ഡാറ്റ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഇത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ് കേട്ടോ. ഓക്കെ, ലാംഡ ഇസ് ഈക്വൽ ടു നെറ്റ് ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത്. ഈ വയറിൽ ലെറ്റ്സ് സേ 1,00,000 ചാർജ് ഉണ്ടെങ്കിൽ ആ 1,00,000 ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ആണോ, അതാണ് ഈ പറയുന്ന ലാംഡ എന്ന് പറയുന്നത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ള ഒരു എൻറ്റിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പറയുകയാണ് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്? ഗോസ് ലോ പ്രകാരം.
ഗോസ് ലോ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുക? ഗോസിയൻ സർഫസിൻ്റെ സഹായത്തോടെ. ഗോസിയൻ സർഫസ് ഒരു ലീനിയർ ബോഡി ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഒരു സിലിണ്ടർ ആയിരിക്കണം. അതെങ്ങനെ സിലിണ്ടർ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ലീനിയർ സർഫസ്, ചാർജ് കറക്റ്റ് അവിടെ കിടക്കണം, സെൻറ്ററിൽ കിടക്കണം. ഇവൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സിമ്മട്രിക്കൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗോസിയൻ സർഫസിലൊക്കെ എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വരണം. സോ അങ്ങനെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു ലീനിയർ സോഴ്സിൻ്റെ ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? ഒരു സിലിണ്ടർ ആയിരിക്കും. ഓക്കെ, ഒരു അടിപൊളിയായിട്ടുള്ള സിലിണ്ടർ ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സിലിണ്ടറിലൂടെ വരുന്ന മൊത്തത്തിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. അത് നമുക്കറിയാം Q/ε0 ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ E.dA എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? ആദ്യത്തിൽ നിന്ന് എന്നുള്ള സാധനം ഈസ് ഇക്വൽ ടു എന്ന് കണ്ടുപിടിക്കാം. ഇനി എൻ്റെ മക്കൾ പറഞ്ഞാൽ ഈ പ്ലസ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻസ് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? റേഡിയൽ ഔട്ട്വേർഡ്സ് ഇങ്ങനെയല്ല ഉണ്ടാവുക അല്ലേ? എല്ലായിടത്തും ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇങ്ങനെ പരിപാടി ഉണ്ടാവുക. ഇനി നോക്കി, നമ്മൾ സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്തെങ്കിലും സിലിണ്ടർ ഇവിടെ ഉണ്ടോ? ഇല്ല, ഒരു സിലിണ്ടറും കാണുന്നില്ല. ഓക്കെ, ഒരു സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സിലിണ്ടർ. ഈ സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം 3 അല്ലേ ടൈപ്പ് ഓഫ് സർഫസുകളാണുള്ളത്. ഒന്ന് പറഞ്ഞാൽ ഈ ഏരിയ, അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഏരിയ, അടുത്തെന്ന് പറഞ്ഞാൽ ഏത് ഏരിയ? ഈ കേർവ്ഡ് ഏരിയ. അപ്പം എൻ്റെ മക്കൾ നോക്കിക്കേ, നമ്മളെ ഇലക്ട്രിക് ഫീൽഡൊക്കെ പുറത്തോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങനെ ഉണ്ടാവുക? ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ എങ്ങനെ ഉണ്ടാവുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ക്ലോസ് സർഫസ് സംബന്ധിച്ചിടത്തോളം ഏരിയ വെക്ടർ എങ്ങനെ ഉണ്ടായിരിക്കണം? ഔട്ട്വേർഡ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ ഇവിടുത്തെ ഏരിയ വെക്ടർ ഇങ്ങനെയാണുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണുള്ളത്, ആംഗിൾ എത്രയാണ് പുള്ള? 90 ഡിഗ്രി. അപ്പോൾ ഫ്ലക്സ് എത്രയാണ്? 0. ഇതിലൂടെയുള്ള ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഈ സർഫസിലൂടെ ഫ്ലക്സ് 0 ആണ്. അല്ലേ മക്കളെ? cos തീറ്റയിലെ പരിപാടി cos 90 അല്ലേ ഇവിടെ? ഈ സർഫസിൻ്റെ എത്ര മക്കളെ? ഏരിയ വെക്ടർ അടിയിലോട്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് കിടക്കുന്നത് ഇങ്ങനെയാണ്, ആംഗിൾ എത്രടാ? 90 ഡിഗ്രിയാണ്. ഇതിലൂടെ എന്തില്ല? ഫ്ലക്സ് ഇല്ല. ആകെ ഫ്ലക്സ് എന്തിലൂടെ ഉള്ളൂ? ഈ കേർവ്ഡ് സർഫസ് ഏരിയയിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഞാൻ പറയാണ്, ഈ ക്ലോസ് സർഫസിലൂടെയുള്ള നെറ്റഡ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് ഇസ് ഇക്വൽ ടു Q/ε0 ആണ്. Q എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള ചാർജ്. അതല്ലേ ഗോസ് ലോ പറഞ്ഞത്? നമ്മളൊരു ഗോസിയൻ സർഫസ് എടുക്കുകയാണെങ്കിൽ ആ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് മാത്രമേ എന്തുണ്ടാക്കുള്ളൂ? ഫ്ലക്സ് ഉണ്ടാക്കുള്ളൂ. ഈ പുറത്തത്തെ ചാർജ് ഒന്നുമില്ല. ഇവിടെ ഒരു പ്ലസ് ചാർജ്, പ്ലസ് ചാർജ് ഒന്നുമില്ല. ഈ സിലിണ്ടറിലുള്ള ഫ്ലക്സ്, അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡും അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് മാത്രമേ ഫ്ലക്സിന് കാരണമാവുകയുള്ളൂ. പറഞ്ഞതല്ലേ? യെസ്. ഫ്ലക്സ് ഇസ് ഇക്വൽ ടു Q/ε0 ആണ്. Q എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ്, ഇത്രയും വരുന്ന ചാർജ്. ദിസ് ഈസ് ഇക്വൽ ടു, എനിക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ E.dA എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? ഇനി അതേ ഇൻ്റഗ്രൽ D.dA മക്കളെ ഈ പരിപാടി ഉണ്ടോ? ഇവിടെ ഫ്ലക്സ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഫ്ലക്സ് ഉണ്ടോ? ഇല്ല. ആകെ ഫ്ലക്സ് എവിടെയുള്ളൂ? ഈ കേർവ്ഡ് സർഫസിലേ ഉള്ളൂ. അപ്പോൾ കേർവ്ഡ് സർഫസിലെ കുഞ്ഞ് d∅ ഞാൻ എങ്ങനെ കാണാം? ഇവിടെ ചെറിയ ഒരു dA എടുത്തിട്ടുണ്ട്. ആ dA വെക്ടർ എടുക്കുന്നത് പുറത്തോട്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് പുറത്തോട്ടാണ്. അങ്ങനെ കുറേ കുഞ്ഞു ഏരിയ മൊത്തം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റായിട്ടുള്ള ഏരിയ കിട്ടുക, നെറ്റായിട്ടുള്ള ഫ്ലക്സ് കിട്ടുക. അപ്പോൾ ഇതിനെ മൊത്തം ആഡ് ചെയ്യുമ്പോൾ ഈ സിലിണ്ടറിൻ്റെ മൊത്തത്തിൽ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കേർവ്ഡ് സർഫസ് ഏരിയ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയൻ്റെ ഇക്വേഷൻ എന്താ? ഈ സിലിണ്ടറിൻ്റെ ഏരിയ ഒരു 6 ആണെങ്കിൽ, റേഡിയസ് ഒരു 6 ആണെങ്കിൽ, ലെങ്ത്ത് ഒരു L ആണെങ്കിൽ, കേർവ്ഡ് സർഫസ് ഏരിയൻ്റെ ഇക്വേഷൻ എന്താ? 2πRL. പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോ മക്കളെ, Q/ε0 ഈസ് ഇക്വൽ ടു E × 2πRL ആണ് എന്ന് പറഞ്ഞ് എഴുതിക്കൂടാ? സാർ അതെങ്ങനെ സാറേ എഴുതിയത്? മക്കൾ നോക്കടാ, ആകെ ഇതൊക്കെ ഈ ഏരിയ ഒന്നുമില്ല. കാരണം ഈ ഏരിയ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഫ്ലക്സ് ഉണ്ടാക്കുന്നില്ല. സോ നമ്മൾ dA എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഈ കേർവ്ഡ് സർഫസ് ഏരിയയിലെ ഒരു ചെറിയ ഏരിയ dA. അപ്പോൾ ഇൻ്റഗ്രൽ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ കുഞ്ഞ് dA മൊത്തം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കേർവ്ഡ് സർഫസ് മൊത്തത്തിൽ അല്ലെ, നമ്മൾ മൊത്തം നേരത്തെ സ്ഫിയറിൻ്റെ ഏരിയ 4πr² എഴുതിയതുപോലെ സിലിണ്ടറിൻ്റെ ഈ മൊത്തത്തിലുള്ള സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 2πRL ആണ്. പരിപാടി തീർന്നു. മക്കളെ നോക്കിക്കേ, ഈ Q എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് എൻക്ലോസ്. ഈ സിലിണ്ടറിൻ്റെ ഈ ഭാഗത്തിൽ കിടക്കുന്ന ചാർജ്. അതെങ്ങനെ ഇപ്പോൾ കണ്ടുപിടിക്കുക? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് തന്ന ഡാറ്റയിൽ എന്തുണ്ട്? ലാംഡ ടേം, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് Q/L ആണ് കേട്ടോ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ ലെറ്റർ Q/L ആണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇത്രയും വരുന്ന ലെങ്ത്ത് എല്ലിലെ ചാർജ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ എഴുതിക്കൂടെ? ലാംഡ ഈസ് ഈക്വൽ ടു
ക്യൂ ഈസ് ഇക്വൽ ടു ദ ചാർജ് ഇൻ ദാറ്റ് സ്മോൾ, ഇവിടെയുള്ള ചാർജ് എന്ന് പറയുന്നത് ഈസ് ഇക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത് അണ്ടർ കൺസിഡറേഷൻ. സാർ ഒന്നും മനസ്സിലാവുന്നില്ല. ക്വസ്റ്റ്യൻ തരാണ്, എന്താ തരുന്നത്? 1 മീറ്ററിൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? 1 മീറ്ററിൽ 5 കൂളംബ് ഉണ്ട് കേട്ടോ. എന്താണ് ഇതിനർത്ഥം? 1 മീറ്ററിൽ പെർ യൂണിറ്റ് ലെങ്ത് 1 മീറ്ററിൽ 5 കൂളംബ് ഉണ്ട് ഇട്ട് കേട്ടോ. അങ്ങനെ ഒരാൾ ചോദിക്കുകയാണ്, അങ്ങനെ 2 മീറ്ററിൽ എത്ര കൂളംബ് ഉണ്ടെടാ? 2 × 5 10. വേറെ ആൾ ചോദിക്കുകയാണ്, സാർ എടാ 3 മീറ്ററിൽ എത്ര ഉണ്ടെടാ? 3 × 5 15 കൂളം. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ലെങ്ത്ത് ഇൻറ്റു ലാംഡ. അപ്പോൾ നോക്കിക്കേ ഈ ക്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2πr_l. എല്ല് പോച്ച് ഇക്വേഷൻ വൃത്തിക്ക് എഴുതിയാൽ ഇ ഈസ് ഈക്വൽ ടു എന്താ പരിപാടി മോനെ? ലാംഡ ഡിവൈഡ് ബൈ 2πr എപ്സിലോൺ 0. വാവ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് അല്ലേ? ഇപ്പോൾ പരിപാടി സെറ്റപ്പ് ഓക്കെ അല്ലേ മക്കളെ? ഒന്ന് മറിച്ചും തിരിച്ചും 2 വട്ടം കേട്ടാൽ എല്ലാ സാധനവും സെറ്റാകും. ഓക്കെ, ഞാൻ വെറുതെ രണ്ടാമത് പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കുന്നില്ല. ഓക്കെ അല്ലേ? സോ മൂവിങ് ഓൺ. അടുത്തതാണ് ഒരു സിലിണ്ടർ. ഓക്കെ, സോ ഈ സിലിണ്ടർ തന്നെ നമുക്ക് എത്ര തരത്തിലുണ്ട്? സിലിണ്ടർ തന്നെ 2 തരത്തിലുണ്ട്. നമുക്ക് പഠിക്കാൻ വേണ്ടി 2 തരത്തിലുണ്ട്. സോളിഡ് ആയിട്ടുള്ള സിലിണ്ടർ ഉണ്ട്, ഹോളോ ആയിട്ടുള്ള സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ഇതിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. എന്താ 2 വെറൈറ്റി? കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സോളിഡ് സിലിണ്ടർ ഉണ്ട്, നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സോളിഡ് സിലിണ്ടർ ഉണ്ട്. ഹോളോസ്ഫിയർ അതേപോലെ 2 ടീം. കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഹോളോസ്ഫിയർ ഉണ്ട്, നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഹോളോസ്ഫിയർ ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ നമ്മൾ എടുക്കുന്ന കൺസിഡറേഷനുള്ള വ്യത്യാസം? എന്ത്? വളരെയധികം ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം മക്കളെ. സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു സിലിണ്ടർ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? മാസ് ഉണ്ട്, പാർട്ടിക്കിൾസ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? എൻറ്റിറ്റി ഉണ്ട്. ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ശരിക്കും ഹോളോ സിലിണ്ടർ എന്ന് പറയുന്നത്. ഉള്ളു മൊത്തം പൊള്ള. ഓക്കെ, ഒരു ഔട്ടർ തിൻ ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. തിൻ ഷെൽ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം. ഓക്കെ, തിൻ ഷെല്ലല്ല, ഒരു എന്താ പറയുക, ഹോളോ സിലിണ്ടർ. ഓക്കെ, തിൻ ഷെല്ലൊക്കെ നമ്മൾ ഹോളോ സ്ഫിയർ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ അല്ലേ? ഇതാണ് പരിപാടി. ഇതാണ് ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ. സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മൊത്തം എന്തുണ്ടാ? പാർട്ടിക്കിൾ ഉണ്ട്, മാറ്റർ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മക്കൾ മനസ്സിലാക്കുക, ഒരു കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബോഡീന്, അത് സോളിഡ് ആയിക്കോട്ടെ ഹോളോ ആയിക്കോട്ടെ എന്ത് ഷേപ്പും ആയിക്കോട്ടെ, ഒരു കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ബോഡീന് ഞാൻ ചാർജ് കൊടുക്കുകയാണെങ്കിൽ ചാർജ് സർഫസിലേ നിൽക്കുള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഒരു കണ്ടക്റ്റിംഗ് ബോഡിക്ക്, ഓക്കെ, ഇതൊക്കെ നമ്മൾ തുടക്കത്തിലെ പാർട്ടിൽ ചാർജിനെ പറ്റി പറഞ്ഞ പാർട്ടിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നൈസായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ രണ്ടാമത് കേൾക്കണമെങ്കിൽ മനസ്സിലാവും. സോ ഒരു കണ്ടക്റ്റിംഗ് ബോഡിക്ക് നമ്മൾ ചാർജ് കൊടുക്കുകയാണെങ്കിൽ ചാർജ് എപ്പോഴും എവിടെ ഉണ്ടാവുക? സർഫസിലാണ് ഉണ്ടാവുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ചാർജ് എവിടെ ഉണ്ടാവുക? സർഫസിലാണ് ഉണ്ടാവുക. അപ്പോൾ നോക്കിക്കേ, ഈ സോളിഡ് കണ്ടക്റ്റിംഗ് ആയിക്കോട്ടെ ഈ ഹോളോ കണ്ടക്റ്റിംഗ് ആയിക്കോട്ടെ 2 എൻറ്റിറ്റിയിലും ചാർജ് എവിടെയാണ് കിടക്കുക? കറക്റ്റ് സർഫസിലാണ് കിടക്കുക. വേറെ ഒരു ബോഡിയിൽ ഈ 2 ബോഡീസേ ബാക്കിയുള്ളൂ. എന്താണ്? നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോളിഡ് സിലിണ്ടറും നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോളോ സിലിണ്ടർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ നമ്മൾ ഈ കൺസിഡറേഷനിൽ. ഇതിൽ ഏതോ ഒരു പാർട്ടിക്കും കൂടിയും ഈ ഫിനോമിനൻ വരും. സർഫസിലേ ചാർജ് ഉണ്ടാവുള്ളൂ. അത് ആർക്കായിരിക്കും മക്കളെ? ഹോളോ നോൺ കണ്ടക്റ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഹോളോ സിലിണ്ടർ ഉള്ളിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചാർജ് എടുക്കുന്ന ചാർജ് ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഈ സർഫസ് തന്നെ വേണം നിൽക്കാൻ. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? സാർ ഒന്നും മനസ്സിലായില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ചാർജ് സർഫസിലാണ് ഉണ്ടാവുക. ആരുടെയൊക്കെ? സോളിഡ് കണ്ടക്റ്റിൻ്റെയും ഹോളോ എന്തും ആയിക്കോട്ടെ, കണ്ടക്റ്റിംഗ് ആയിക്കോട്ടെ നോൺ കണ്ടക്റ്റിംഗ് ആയിക്കോട്ടെ, 2ൻ്റെയും സർഫസിലാണ് ചാർജ് കിടക്കുക. കാരണം ഉള്ളിൽ എന്തില്ല? മാറ്റർ ഇല്ല, ചാർജിന് പോയി നിൽക്കാനുള്ള സ്ഥലമില്ല. ഞാൻ പറഞ്ഞു ചാർജ് ഇസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ ഒക്കെ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിലുണ്ടാവുക. നമ്മൾ സ്ഫിയറൊക്കെ പറയുന്ന സമയത്ത് ഇതാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനം മനസ്സിലുണ്ടാവുക. സോളിഡ് എന്തായിക്കോട്ടെ, സ്ഫിയറോ സിലിണ്ടറോ എന്തോ ആയിക്കോട്ടെ, സോളിഡ് കണ്ടക്റ്റിംഗ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം ചാർജ് എവിടെ കിടക്കുക? സർഫസിലാണ് കിടക്കുക. ഹോളോ എന്ത് ബോഡി ആയിക്കോട്ടെ, എന്ത് ഷേപ്പോ, കണ്ടക്റ്റിങ് നോൺ കണ്ടക്റ്റിങ് എന്തോ ആയിക്കോട്ടെ, അതിന് മാറ്റർ ആകെ പുറത്ത് മാത്രമേ ഉള്ളൂ, അവിടെ ചാർജ് നിൽക്കത്തുള്ളൂ. പറഞ്ഞ പോകാൻ മനസ്സിലായോ? അപ്പം ആകെ വ്യതിചലിച്ച് നിൽക്കുന്ന ഒരേ ഒരു എൻറ്റിറ്റി ഏതാണ്? സോളിഡ്
നോൺ കണ്ടക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചാർജ് എവിടെ കിടക്കും? ഉള്ളിൽ കിടക്കും. ചാർജ് ഉള്ളിലും പുറത്തൊക്കെ ഉണ്ടാവും, മൊത്തത്തിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു നമ്മളൊന്ന് ക്വസ്റ്റ്യൻ സാധനം ഡെറിവേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു സോളിഡ് സിലിണ്ടറാണ്, നോൺ കണ്ടക്റ്റിംഗ് ആണ് സോളിഡ് സിലിണ്ടർ, ഉള്ളിലൊക്കെ മാസ് ഉണ്ട്. അപ്പോൾ ഇതിന് ചാർജ് കൊടുക്കുകയാണെങ്കിൽ ചാർജ് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാവും. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? നോൺ കണ്ടക്റ്റിംഗ് ആണ് ഇങ്ങനെ ഉണ്ടാവുക. വെറും കണ്ടക്റ്റിംഗ് ആണെങ്കിൽ എവിടെ എങ്ങനെ ഉണ്ടാവുക? പുറത്ത് മാത്രം ഇങ്ങനെ നിൽക്കും. മനസ്സിലായോ? ഉള്ളിലുണ്ടാവില്ല. ഇതാണ് ആകെ മൊത്തം പറഞ്ഞത്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അപ്പം നമ്മൾ എന്തിലോട്ട് പോവാണ്? കണ്ടക്റ്റിംഗ് സോളിഡ് സിലിണ്ടർ / ഹോളോ ആയിട്ടുള്ള നോൺ കണ്ടക്റ്റിംഗ് ആയിക്കോട്ടെ കണ്ടക്റ്റിംഗ് ആയിക്കോട്ടെ, ഇവർ മുഖാന്തരമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തിൻ്റെ സഹായത്തോടെ? ഗോസ് ലോയുടെ സഹായത്തോടെ. പെർഫെക്റ്റ്. ഈ രണ്ട് സിനാരിയും സെയിം എൻറ്റിറ്റിയാണ്, കാരണം ചാർജ് കിടക്കുന്ന സർഫസിലാണ്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അപ്പോൾ മക്കൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞേ. മക്കളെ ഈ വരച്ചത് നിങ്ങൾക്ക് സോളിഡ് സിലിണ്ടർ ആയിട്ടോ ഹോളോ സിലിണ്ടർ ആയിട്ടൊക്കെ എടുക്കാം. സോളിഡ് സിലിണ്ടർ ആയിട്ട് എടുക്കണമെങ്കിൽ ഇത് കണ്ടക്റ്റിംഗ് ആണ്. ഓക്കെ, പ്ലസ് ചാർജാണ് കൊടുത്തിട്ടുള്ളത് എന്ന് സങ്കല്പിക്കുക. ചാർജ് എവിടെ കിടക്കുള്ളൂ? സർഫസിലേ ഉണ്ടാവുള്ളൂ. സാറേ ഇതിൻ്റെ റെലവൻസ് എന്താ ഇപ്പം നമുക്ക് മനസ്സിലാവും. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ഒരാൾ പറയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്ര, ഇവിടെ പുറത്തത്തെ ഏതെങ്കിലും പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നുള്ളതാണ്. ഒരാൾ ചോദിക്കുകയാണ്, കുട്ടാപ്പി ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് വേഗം ഷടപടെ ഒന്ന് ആലോചിച്ച് പറഞ്ഞ് ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് പോസ് ചെയ്തിട്ട് എൻ്റെ മക്കൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തെന്ന് പറഞ്ഞ് ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്ന് ഒരാൾ ചോദിച്ചാൽ എത്രയായിരിക്കും? അപ്പോൾ ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ കുട്ടി അലയ്ക്കുന്നു ഗോസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. ഫ്ലക്സ് ഇസിക്കൽ ടു ചാർജ് എൻക്ലോസ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ഇസിക്കൽ ടു ഇൻ്റഗ്രൽ E.dA ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ നിന്ന് ഈ ഇലക്ട്രിക് ഫീൽഡാണ് ചോദിച്ചിട്ടുള്ളത്. മക്കൾ നോക്കിക്കേ, ചാർജ് എൻക്ലോസ്, ഞാൻ ഉള്ളിലത്തെ ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡൊക്കെ കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യും? ഉള്ളിലൊരു ഗോസിൻ സർഫസ് വരയ്ക്കുന്ന സമയത്ത് ഈ ഗോസിൻ സർഫസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ? ചാർജ് ഇല്ല, കാരണം ചാർജൊക്കെ സർഫസിലാണ് കിടക്കുന്നത്. എന്തെങ്കിലും ചാർജ് എൻക്ലോസ് ഉണ്ടോ? ഒരു ചാർജ് എൻക്ലോസ് ഇല്ല. ചാർജ് എൻക്ലോസ് എത്ര പോനെ? 0. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് എത്ര കിട്ടുക? ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? അപ്പം ഒരു കണ്ടക്റ്റിംഗ് സോളിഡ് സിലിണ്ടർ അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ഓർ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ട് ഹോളോ സിലിണ്ടർ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് പറഞ്ഞ് ചോദിച്ചാൽ കണ്ണും പൂട്ടിൻ്റെ മക്കൾ പറഞ്ഞിരിക്കാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. എങ്ങനെ? ഗോസ് ലോയുടെ ബേസിക് പ്രകാരം നെറ്റ് ചാർജ് എൻക്ലോസ് എന്തായിരിക്കും? 0 ആണ്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെ ഒരാൾ ചോദിക്കുകയാണ് അതേ സോളിഡ് ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സിലിണ്ടർ അഥവാ ഹോളോ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോളോ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടൊരു സിലിണ്ടർ എടുത്തിട്ടുണ്ട്. ആ സിലിണ്ടർ എത്രയോ ലെങ്ത് ഉണ്ട്, എന്തോ ലെങ്ത് മാറ്റർ ചെയ്യുന്നില്ല, എന്തുണ്ട് അതിന് ഇങ്ങനെ എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മൾ ചാർജ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഒരു റേഡിയസ് R ഉണ്ട് എന്ന് മക്കളെ സങ്കല്പിക്കാം. ഒരാൾ ചോദിക്കുകയാണ് അതിൻ്റെ സെൻട്രൽ നിന്ന് ഒരു സ്മോൾ ലെറ്റർ R ദൂരം അകലെ എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് ഇവിടെ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ദ R ഗിവൺ നൗ നമ്മോട് ചോദിച്ചുള്ള R ഈസ് ഗ്രേറ്റ് ആസ് കമ്പയർഡ് ടു ദി റേഡിയസ് ഓഫ് ദി സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിൻ്റ് എവിടെ കിടക്കുകയാണ്? പുറത്ത് കിടക്കുകയാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നൊരാൾ ചോദിക്കുകയാണ്. നമുക്ക് തന്നിട്ടൊരു ഡാറ്റ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മയാണ് തന്നിട്ടുള്ളത്. മക്കളെ സിഗ്മയുടെ അർത്ഥം എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ എന്നുള്ള എൻറ്റിറ്റിയാണ്. നേരത്തെ നമ്മളെന്താ പഠിച്ചത്? ലാംഡ. ലാംഡ ഈക്വൽ ടു എന്താണ്? നെറ്റ് ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ചാർജ് ഓഫ് ദി എൻറ്റയർ ബോഡി ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ആയിരുന്നു. ഇവിടെ എന്താണ്? ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ എന്താണ്? ടോട്ടൽ ഏരിയ എന്ന് പറയുന്ന പരിപാടിയാണ്. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? ഇനി എൻ്റെ മക്കൾ പറഞ്ഞേ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗോസിൻ സർഫസ് വരയ്ക്കുന്നു അല്ലേ? ഗോസിൻ സർഫസ് വലിയ സിലിണ്ടർ വരച്ചു അല്ലേ? സച്ച് ദാറ്റ് ദി ചാർജ് ഈസ് എക്സാക്ട്ലി ദി സെൻറ്റർ എന്ന് സങ്കല്പിക്കുക. എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. അപ്പോൾ ഒരു സിലിണ്ടറാണ്. ഓക്കെ, ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ R ആണ്. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അപ്പോൾ ഞാൻ എങ്ങനെ എഴുതാം? ദ ഫ്ലക്സ് ത്രൂ ദിസ് ഗോസിൻ വലിയ സിലിണ്ടറിലുള്ള നെറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ദ നെറ്റ് ചാർജ് എൻക്ലോസ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എന്നുള്ളതാണ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എ എന്ന് പറയുന്ന പരിപാടിയാണ്. നേരത്തെ പറഞ്ഞ സെയിം പരിപാടി. ഈ ഗോസൻ സർഫസിൻ്റെ ഇതിലൂടെ ഫ്ലക്സ് ഉണ്ടാവില്ല. ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ നോക്കിക്കേ, കാരണം ഏരിയ വെക്ടർ മേലെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്, 90 ഡിഗ്രിയാണ്, ഒരു ഫ്ലക്സും ഇല്ല. ഇതിലൂടെ എന്തെങ്കിലും ഫ്ലക്സ് ഉണ്ടാവുക? ഒരു ഫ്ലക്സും ഇല്ല. ആകെ ഫ്ലക്സ് എന്തിലൂടെ ഉണ്ടാവുക? ഈ കേർവ്ഡ് സർഫസിലൂടെ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു കുഞ്ഞ് ഡി എ ഏരിയ ആണ് എടുക്കുന്നത്. ഈ ഡി ഏരിയ മൊത്തം ഇൻ്റഗ്രൽ ചെയ്യുകയാണെങ്കിൽ, മൊത്തം ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ ആണ്. കേർവ്ഡ് സർഫസ് ഏരിയ എന്തായിരിക്കും? 2πr ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഞാൻ ഇത് നോക്കിക്കേ, Q ഡിവൈഡ് ബൈ ε0 ഈസ് ഈക്വൽ ടു എന്താ പരിപാടി? ഇ ഇൻറ്റു ടോട്ടൽ ഏരിയ, കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2π ഇൻറ്റു സ്മോൾ ലെറ്റർ ആർ ഇൻറ്റു എൽ ആയിരിക്കും. മക്കളെ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്താടാ? ഈ ഗോസൻ സർഫസിൻ്റെ റേഡിയസാ, ഗോസൻ സർഫസിൻ്റെ സിലിണ്ടറിൻ്റെ റേഡിയസാ അല്ലേ? അതിലൂടെയുള്ള ഫ്ലക്സ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിലൂടെയുള്ള ഫ്ലക്സ് അല്ലേ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ആ റേഡിയസാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഉത്തരായി. മക്കളെ, എൻ്റെ മക്കളെന്ന് പറഞ്ഞേ, ഈ ക്യൂ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഗോസിയൻ സിലിണ്ടർ എൻക്ലോസ് ചെയ്യുന്ന ചാർജ്, അതിൻ്റെ ഉള്ളിലുള്ള ചാർജ്. അതിൻ്റെ ഉള്ളിലുള്ള ചാർജിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ക്യൂ ഇസിക്വൽ ടു സിഗ്മ ഇൻറ്റു അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഏരിയ. എന്ത് ഏരിയ? ചാർജ് കിടക്കുന്ന ഏരിയ അല്ലേ? നമുക്കെന്താ തന്നിട്ടുള്ളത്? മക്കളെ ഇവിടെ 2 സിലിണ്ടറിന്, ഒരു സിലിണ്ടർ എന്താണ് ഇവിടെ ഓൾറെഡി നമുക്ക് തന്ന ബോഡി, രണ്ടാമത്തെ സിലിണ്ടർ എന്താ? ഞാൻ ഇമാജിനറി ആയിട്ടുള്ള ഒരു ഗോസൻ സർഫസ് വരച്ചതാണ്. ചാർജ് ആണ് കിടക്കുന്നത്, തന്ന ബോഡിയിലാണ് കിടക്കുന്നത്. അപ്പോൾ തന്ന ബോഡിന് ഇത്ര ഏരിയന് ചുറ്റും അത്രയും ഏരിയ ഉള്ള, അത്രയും എന്താണുള്ളത്, ലെങ്ത് ഉള്ള ഒരു സിലിണ്ടറിനാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതാണ് ഞാൻ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഈ ചാർജ് എൻക്ലോസിന് എനിക്ക് തന്നിട്ടുള്ള വാല്യൂ സിഗ്മയാണ്. പെർ യൂണിറ്റ് ഏരിയ 1 മീറ്റർ സ്ക്വയറിൽ 1 കൂളുംബ് ഇട്ടോ 2 കൂളുംബ് ഇട്ടോ എന്നൊക്കെ പറഞ്ഞാൽ തന്ന ഡാറ്റയാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നോക്കിയേ, ഞാൻ ഇത്രയും ഏരിയ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചാർജ് എൻക്ലോസിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സിഗ്മ ഇൻറ്റു ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സിലിണ്ടറിൻ്റെ ഏരിയ. എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2πr ഇൻറ്റു എൽ, ക്യാപിറ്റൽ ലെറ്റർ ആർ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എഴുതുക, ഡിവൈഡഡ് ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2πr ഇൻറ്റു സ്മോൾ ലെറ്റർ എൽ. സാറേ മനസ്സിലായില്ല? സാറേ എന്തിനാ ക്യാപിറ്റൽ ആർ എടുത്ത്? മക്കളെ, ചാർജ് കിടക്കുന്നത് ഈ വലിയ സിലിണ്ടറിന് ചുറ്റുമാണോ? അല്ല, ഈ ഉള്ളിലത്തെ സിലിണ്ടറിലാണ്. ഉള്ളിലത്തെ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അവിടെയാണ് ചാർജ് എടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇത്ര ഏരിയയിലുള്ള ചാർജ് എന്നാലും എന്തായിരിക്കും? ക്യൂ ഇൻറ്റു അത്രയും ഏരിയ. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, വെട്ടാളൊക്കെ വെട്ടിക്ക്, 2π വെട്ടി, L വെട്ടി. എന്താ മിച്ചം ഉണ്ടാവുന്നത്? ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ആർ ഡിവൈഡ് ബൈ ε0 ഇൻറ്റു ആർ എന്ന് വരും. ദിസ് ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് ആർ. മനസ്സിലായി? ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട സാധനം എന്താ മക്കളെ? ദിസ് ഇ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. ഇൻസൈഡ്, ഇത് ഔട്ട്സൈഡ് ആണ്, ഔട്ട്സൈഡ്. ഈ ഇൻസൈഡ് ഓഫ് ദി ബോഡീസ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ വേഴ്സസ് ആർ ഗ്രാഫ് എൻ്റെ മക്കളോട് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ അപ് ടു ദി റേഡിയസ് അല്ലേ? റേഡിയസ് വരെ എന്തില്ല? ഒരു ഇലക്ട്രിക് ഫീൽഡും ഇല്ല, 0 ആണ്. പിന്നെ റേഡിയസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ പുറത്തോട്ട് പോകും തോറും ഇലക്ട്രിക് ഫീൽഡ് എന്താ സംഭവിക്കുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇങ്ങനെയാണ് സാധനം വരിക. മനസ്സിലായോ? 2 വട്ട സാധനം കേട്ടാൽ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആയിരിക്കും. രണ്ടാമത് മൂന്നാമതൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിന് രണ്ടാമത് മൂന്നാമതൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഒരു ഓൺലൈൻ ക്ലാസ് ആവുന്ന സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് റിവേഴ്സ് അടിച്ചു രണ്ടാമത് മൂന്നാമതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഒന്ന് കേൾക്കുക എൻ്റെ മക്കൾ. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? ഇനി നമുക്ക് എന്ത് ബോഡിയുടെ ബാക്കിയുള്ളൂ സിലിണ്ടറിൽ? നമ്മളെ ഈ വീഡിയോയിലെ അവസാനത്തെ ടോപ്പിക്, ബാക്കി 2 ആപ്ലിക്കേഷനും ഷീറ്റും സ്ഫിയറും നമ്മൾ അടുത്ത വീഡിയോയിലാവും പറയുന്നുണ്ടാവുക. അപ്പോൾ നോക്കിക്കാം മക്കളെ, ഇനി എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? ഒരു സോളിഡ് ആയിട്ടുള്ള, ഓക്കെ, എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? ഒരു സോളിഡ് ആയിട്ടുള്ള നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ. എന്ത് പറ്റി മല്ലയ്യ? എന്തോ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ടല്ലോ. ഓക്കെ ഫൈൻ. എന്തായാലും സോളിഡ് ആയിട്ടുള്ള നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സിലിണ്ടർ. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സിലിണ്ടർ വരുന്ന ഒരു എക്സെപ്ഷൻ എന്താണ്? ചാർജ് എവിടെ കിടക്കും? സർഫസിൽ മാത്രമല്ല, ഉള്ളിലൊക്കെ സാധനം ഉണ്ടാവും.
അപ്പോൾ കളി മാറി. ഇനി നമ്മൾ ഉള്ളിലൊക്കെ ഒരു ഗോഷൻ സർഫസ് ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ ഉള്ളിലും ചാർജ് ഉണ്ട്, നെറ്റ് ചാർജ് എൻക്ലോസിൽ 0 ഒന്നും ആവുന്നില്ല. അപ്പോൾ ഉള്ളിൽ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളൊരു ബോധം വേണം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള എന്തുണ്ട്, ഒരു സിലിണ്ടർ ഉണ്ട്. ഇതിൽ ചാർജ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലസ് ചാർജ് കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് ചാർജ്. ഇങ്ങനെ ചാർജ് കൊടുക്കുക. ഓക്കെ, ഇനി ഒരാൾ ചോദിക്കുകയാണ്, കുട്ടാപ്പി എന്താണ് മോനെ ഇൻസൈഡ്, ഓക്കെ ഇൻസൈഡിൽ ഞാനൊരു R ദൂരം കണ്ടെത്തുകയാണെങ്കിൽ സച്ച് ദാറ്റ് ദിസ് R ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ഞാൻ സെൻറ്ററിൽ നിന്ന് എടുക്കുന്ന സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിനെക്കാട്ടി ചെറുതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് പോയിൻ്റ് അണ്ടർ കൺസിഡറേഷൻ. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നാണ് ചോദ്യം. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എന്താ ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഒരു ഗോസൻ സർഫസ് വരയ്ക്കും. ഓക്കെ അല്ലേ. ഇനി എൻ്റെ മക്കളൊന്ന് പറഞ്ഞൊന്ന് ഡിറൈവ് ചെയ്ത് ഒറ്റക്കൊന്ന് പോസ് ചെയ്ത് നേരത്തെ അതേ ബുദ്ധി വെച്ച് മെല്ലെ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കിക്കേ. നേരത്തെ പറഞ്ഞ അതേ പരിപാടി. സിലിണ്ടറിൻ്റെ ഏരിയ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് പക്ഷേ ഇങ്ങനെയാണ്. ഇവിടെ എന്തില്ല, ഫ്ലക്സ് ആകെ ഇവിടെ ഉണ്ടാവുള്ളൂ, കേർഡ് സർഫസ് ഏരിയയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൻ എഴുതുന്നു ഈ സിലിണ്ടറിലുള്ള ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ആ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള ചാർജ് ഡിവൈഡ് ബൈ ε0. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E.dA എന്നുള്ള പരിപാടിയാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളൊരു എൻറ്റിറ്റി പറയാൻ വിട്ടുപോയി. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എൻറ്റിറ്റി റോ എന്നുള്ള എൻറ്റിറ്റിയാണ്. അത് ആദ്യം നമുക്ക് ലാംഡ തന്നു, പിന്നെ നമുക്ക് സിഗ്മ തന്നു, ഇവിടെ നമുക്ക് റോ ആണ് തന്നിട്ടുള്ളത്. എന്താണ് ഈ റോ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ? റോ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി അല്ല, മറിച്ച് എന്താണ്, Q ഡിവൈഡഡ് ബൈ നെറ്റ് വോളിയം. ഓക്കെ, നെറ്റ് ചാർജ് ഡിവൈഡ് ബൈ നെറ്റ് വോളിയം. ഓരോ മില്ലിമീറ്റർ ക്യൂബിലും എത്ര കൂളും ഉണ്ട് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി നമുക്ക് തന്നിട്ടുള്ളത് റോ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എൻറ്റിറ്റി. ഇനി എൻ്റെ മക്കളൊന്ന് ചെയ്യാൻ നോക്കിക്കേ. അപ്പോൾ Q ഡിവൈഡഡ് ബൈ ε0 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ E.dA. ഈ എന്താണ്, നമ്മുടെ ഗോസൻ സർഫസ് ആണ്, ഈ ഒക്കെ സിമെട്രിക്കലാണ്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആണ്, ഈ പുറത്താണുള്ളത്. ഡി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നമ്മളെ ഈ ഗോസൻ സർഫസിൻ്റെ അല്ലേ മക്കളെ, നമുക്ക് അതിലൂടെയുള്ള ഫ്ലക്സ് അല്ല വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഗോസൻ സർഫസിൻ്റെ എന്താണ്, നമ്മുടെ ഈ ഗോസൻ സർഫസിൻ്റെ ഏരിയ ആണ്. നമ്മൾ ആ ഗോസൻ സർഫസിൻ്റെ ഏരിയ എന്താണ്, കേർവ് സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ, 2πRL. സാറേ നമ്മൾ ഈ ഏരിയ ഒന്നും കൺസിഡർ ചെയ്യാത്ത മക്കളെ, ഈ ഏരിയയുടെ ഒന്നും ഫ്ലക്സ് ഇല്ല, ആകെ ഫ്ലക്സ് കമ്പോണൻറ്റ് ഇതിൽ മാത്രമേ ഉള്ളൂ. സോ ആ ഏരിയ മാത്രം എടുത്താൽ മതി, അതാണ് 2πRL. ഇനി Q എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കിടക്കുന്ന ചാർജ്, ഇത്രയും ചാർജ് നമുക്ക് മാത്രമേ എഴുതിയാൽ മതി. ചാർജ് എൻക്ലോസ്, ഈ സിലിണ്ടറിനുള്ളിൽ കിടക്കുന്ന ചാർജ് മാത്രം നമുക്ക് മതി. നമുക്ക് കയ്യിൽ തന്ന എൻറ്റിറ്റി എന്താണ്, റോ വെച്ചിട്ടാണ് നമ്മൾ Qനെ മാറ്റി എഴുതേണ്ടത്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, Q എന്ന് പറയുന്നത് അവിടെയുള്ള ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് തന്നിട്ടുള്ള റോ പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു നമ്മുടെ കയ്യിലുള്ള വോളിയം. അതല്ലേ മക്കളെ, 1 മില്ലിമീറ്റർ ക്യൂബിൽ 2 കൂളും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഒരാൾ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ 2 മില്ലിമീറ്റർ ക്യൂബിൽ എത്ര കൂളുമുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, 2 × 2 4 കൂളും. അങ്ങനെയെങ്കിൽ 3 മില്ലിമീറ്റർ ക്യൂബിൽ എത്ര ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നേരത്തെ പറഞ്ഞ 2 × 3 6 കൂളും അല്ലേ ബ്രോ അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടുത്തെ ക്യൂവിന് നമുക്ക് എങ്ങനെ എഴുതാം, നെറ്റ് ചാർജ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു നമ്മുടെ കയ്യിലുള്ള വോളിയം. നമ്മുടെ കയ്യിൽ നമുക്ക് ഇത്രയും വോളിയമുള്ള ചാർജാണ് ഉള്ളത്. ഇത്രയും സാധനത്തിൻ്റെ വോളിയം നമ്മളെങ്ങനെ എഴുതുക, ഈ സിലിണ്ടറിൻ്റെ വോളിയം നമ്മളെങ്ങനെ എഴുതുക, πr² × L എന്ന് പറഞ്ഞല്ലേ എഴുതുക അല്ലേ. ഡിവൈഡഡ് ബൈ ε0 ഈസ് ഈക്വൽ ടു E × 2πRL എന്നുള്ളതല്ലേടാ. നോക്കിക്കേ, L പോച്ച്, ഒരു 6 പോച്ച്, ഒരു പൈ പോച്ച്. സൂക്ഷിച്ച് നോക്കിക്കേ, E = എന്താ നമുക്ക് കിട്ടുന്നത്, ρr ഡിവൈഡ് ബൈ 2ε എന്ന് പറയുന്ന സാധനമാണ് കിട്ടുന്നത്. ദിസ് ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിഡ് നോൺ കണ്ടക്ടിങ് സിലിണ്ടർ. സൂക്ഷിച്ച് നോക്കി മക്കളെ, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. ഈ റോ ഒരു ഗിവൺ ബോഡിക്ക് കോൺസ്റ്റൻറ്റാണ്, ε0 കോൺസ്റ്റൻറ്റാണ്. ഈ ആകെ മാറുന്നത് എന്തിനനുസരിച്ചാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. ഞാൻ സെൻട്രലിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതോറും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടി വരികയാണ്. എന്തുകൊണ്ട്, ചാർജ് കൂടി വരികയാണ് അല്ലേ, അത് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് കൂടി വരികയാണ്. അപ്പോൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ഇൻസൈഡ് ആണെങ്കിൽ കേട്ടോ, ഇൻസൈഡ് ദി ബോഡി ആണെങ്കിൽ. നോക്കിയേ, ഇനി ഔട്ട് സൈഡ് ആണെങ്കിൽ എന്താ പരിപാടി വരിക, എൻ്റെ മക്കളൊന്നും കണ്ടുപിടിച്ചേ. ഒരു സിലിണ്ടർ ഉണ്ട്,
ഈ സിലിണ്ടർ ഔട്ട്സൈഡ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ആർ ഈസ് ഗ്രേറ്റർ ആസ് കമ്പയർഡ് ടു ദി റേഡിയസ് ഓഫ് ദി സിലിണ്ടർ ഗിവൺ അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ആർ ക്യാപിറ്റൽ ലെറ്റർ ആറാണുള്ളത്. നമുക്ക് തന്ന റേഡിയസ് എന്ന് പറഞ്ഞാൽ വലിയ റേഡിയസാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നടാ പുള്ളേ, ഞാനൊരു ഗോസിയൻ സർഫസ് വരയ്ക്കുന്നു. ഓക്കെ അല്ലേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതുക, ഫ്ലക്സ് ത്രൂ ദിസ് ബിഗ് ഗോസിയൻ സർഫസ് ഈസ് ഈക്വൽ ടു ദി ചാർജ് എൻക്ലോസ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ആണ് കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡോട്ട് ഡി എ ആണ് കേട്ടോ. ഡോട്ട് ഡി എ ആണ് കേട്ടോ. ഇന്ന മക്കളെന്ന് പറഞ്ഞേ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിലൂടെയും ഫ്ലക്സ് ഇല്ല. കാരണം ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, 90 ഡിഗ്രിയാണ് കിടക്കുന്നത്. ആകെ ഫ്ലക്സ് ഇതിലൂടെ ഉള്ളൂ. സോ ഇതിലൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതിലൂടെയുള്ള ഏരിയ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ഞാൻ എങ്ങനെ എഴുതുക, ഇ ഡോട്ട് 2π സ്മോൾ ലെറ്റർ ആർ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എഴുതാം അല്ലേ. സ്മോൾ ലെറ്റർ റേഡിയസ് ആർ അല്ലേ, ഇൻറ്റു അല്ലേ. ഇത്രയും വരുന്ന ഗോസിയൻ സർഫസിലൂടെയുള്ള ഫ്ലക്സ് ആണ് അടിക്കേണ്ടത്. അപ്പോൾ ആ ഏരിയയിൽ കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, ഇനി നോക്കിയേ, ഈ ചാർജിനെ റോന് ടേംസ് ഞാൻ എങ്ങനെ എഴുതുക. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ എന്താ, ചാർജ് പെർ യൂണിറ്റ് വോളിയമാണ് ഇൻറ്റു നമ്മളെ കയ്യിലുള്ള വോളിയം. ആകെ വോളിയം ഏത് വോളിയത്തിൽ ചാർജ് ഉള്ളൂ, ഈ ക്യാപിറ്റൽ ലെറ്റർ ആറിൻ്റെ റേഡിയസിലുള്ള സിലിണ്ടറിനുള്ളിലല്ലേ ചാർജ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വോളിയത്തിലല്ലേ ഞാൻ എഴുതേണ്ടത്. എങ്ങനെ ഞാൻ എഴുതുക, πr² L എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുക, ദിസ് ഇസ് ദി ചാർജ് എൻക്ലോസ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0 അല്ലേ. പൈ പോച്ച് എല്ല് പോച്ച്. മക്കളെ ക്യാപിറ്റൽ ലെറ്റർ ആർ മൈ ബാഡ് സോറി ക്യാപിറ്റൽ ലെറ്റർ r². സാറേ ഒന്നും മനസ്സിലാവുന്നില്ല സാറേ. മക്കളെ നോക്കടാ, ഈ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നുള്ള റേഡിയസ് ഉള്ള സിലിണ്ടറിലല്ലേ ചാർജ് ഉള്ളൂ അല്ലേ. അപ്പോൾ ചാർജ് എൻക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്യൂ ഇൻറ്റു റോ എന്ന് പറഞ്ഞാൽ എന്താ, ചാർജ് പെർ യൂണിറ്റ് വോളിയം. റോ ഇൻറ്റു ദ വോളിയം ഓഫ് അവർ സിലിണ്ടർ, എക്സാക്ട് സിലിണ്ടർ, നമ്മുടെ ഒറിജിനൽ സിലിണ്ടർ, അതല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പൈ എല്ലൊക്കെ വെട്ടിപ്പോയി. ഇനി എന്താ വെച്ചുള്ളൂ, സൂക്ഷിച്ച് നോക്കിക്കേ. ഇ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു r² ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 r. നോക്കിക്കേ, ഫോർ എ ഗിവൺ ബോഡി റോ ആർ ക്യാപിറ്റൽ ലെറ്റർ ആർ എപ്സിലോൺ 0 ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ദൂരം അകന്നോറും നമ്മൾ ആകെ മാറുന്ന പോയിൻ്റ് എന്താണ്, സ്മോൾ ലെറ്റർ ആർ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. അപ്പോൾ ഒരു സോളിഡ് നോൺ കണ്ടക്ടിങ് സ്ഫിയറിന് അല്ല സോളിഡ് നോൺ കണ്ടക്ടിങ് സിലിണ്ടറിന് എൻ്റെ മക്കളോട് ഒരു ഇ വേഴ്സസ് ആർ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞേ. അപ് ടു ദി റേഡിയസ് ഇൻസൈഡ് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ഔട്ട്സൈഡ് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ ആർ വരെ എന്താണ്, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്യാപിറ്റൽ ആറിന് ശേഷം, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താ, ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആ സോളിഡ് നമുക്ക് തന്നിട്ടുള്ള ആ സിലിണ്ടറിൻ്റെ റേഡിയസ്, ആ സിലിണ്ടർ റേഡിയസ് വരെ എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ പോയിന്റ്, അവിടെ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആ സിലിണ്ടറിന് നമുക്ക് തന്ന സിലിണ്ടർ റേഡിയസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് പോയിന്റ് ആയാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ. അപ്പോൾ അത് 2-3 വട്ടമൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് അറിയാം. എൻ്റെ മക്കൾ 2-3 വട്ടമൊക്കെ കേൾക്കുക, ആ സാധനം സെറ്റായിരിക്കും. ഇനി നമുക്ക് എന്തുകൂടെ ബാക്കിയുള്ളൂ, ഷീറ്റും സ്ഫിയറും കൂടെ ബാക്കിയുള്ളൂ. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ അൺടിൽ ദെൻ, ആക്കിബ് ഫ്രാൻസിസ് സൈനിങ് ഓഫ്. ബൈ.